മലർകൾ കേട്ടേൻ വനമേ തന്തനെ തണ്ണീർ കേട്ടേൻ അമൃതം തന്തനെ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓണായിട്ട് എന്താ ഇങ്ങനെ ഒരു വരികളെന്ന്, അല്ലേ? ഇതിപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥയാണ്. പീലിയുടെ കരുതലും സ്നേഹവും പ്രത്യക്ഷമായിട്ട് അനുഭവിക്കുമ്പോൾ അറിയാതെ വന്ന വരികളാണ്. എല്ലാവരും ഹാപ്പി ഓണം ആശംസിക്കുമ്പോൾ എനിക്ക് 3 കൊല്ലമായിട്ട് ഓണമില്ലടോ എന്ന് പറഞ്ഞ് മാറി നിന്നതാണ്. ഇന്നലെ തൊഴാനാ പോയത്. അപ്പോൾ പറഞ്ഞു അമ്പലത്തിൽ ഓണം വയ്ക്കുമെന്ന്. ഇതുവരെ കാണാത്ത ഒന്നായതുകൊണ്ട് വലിയ കൗതുകമായിരുന്നു. പിന്നെ പീലി എനിക്കായി ഒരുക്കി വെച്ചതുപോലെ തോന്നി. പീലി ഞാൻ പോലും അറിയാതെ എന്നെയും അതിൻ്റെ ഭാഗമാക്കി. അപ്പോൾ മനസ്സിലറിയാതെ വന്നത് ഈ വരികളാണ്. വെള്ളം ചോദിച്ചാൽ അമൃത് തരുന്ന എൻ്റെ പീലി, നിങ്ങളുടെ സ്വന്തം കണ്ണൻ. 2 ആഴ്ച മുന്നേ ഞാൻ ഗുരുവായൂർ ഭജനയ്ക്ക് പോയത്. അന്ന് ഒരുപാട് അനുഭവങ്ങളും സർപ്രൈസസും കൊണ്ട് എൻ്റെ മനസ്സ് നിറച്ച ആ പീലി എന്നെ തിരിച്ചുവിട്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഓണവും ഞാൻ ഇതുവരെ കാണാത്ത അത്രയും നല്ലൊരു ഓണവും, ഞാൻ ഇതുവരെ ജീവിതത്തിൽ കാണാത്ത അത്രയും വലിയൊരു ഓണത്തപ്പനും. അങ്ങനെ പീലി ഓണവും എൻ്റെ മനസ്സ് നിറച്ചു തന്നു. ഗുരുവായൂരിലുണ്ടായ വിശേഷങ്ങളൊക്കെ വേറൊരു ദിവസം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും അഭിവൃദ്ധിയും നിറഞ്ഞ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.